ഏതു വിധേനയും കല്യാണം മുടക്കാൻ തൃച്ചംബരത്ത് സഹദേവൻ എത്തിയിരിക്കുകയാണ്. തന്നെ കാര്യങ്ങൾ അറിയിക്കാത്തതിനുള്ള ദേഷ്യം വിലാസിനിയോട് സഹദേവൻ തീർക്കുന്നുമുണ്ട്. വിലാസിനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തും എന്ന് തന്നെയാണ് സഹദേവൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് വിലാസിനി. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് വിലാസിനിയോട് സംസാരിക്കുന്ന ശ്രീനിവാസനെയാണ്. ശ്രീനിവാസൻ പറയുകയാണ്, ഏതായാലും ഏട്ടത്തിയോടൊപ്പം നിൽക്കാനായിരിക്കില്ല സഹദേവന്റെ ഈ വരവ്. കാരണം മനസ്സുകൊണ്ട് അയാള് കല്യാണിയുടെ പക്ഷത്താണ്. അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചവനാണ് ഈ സഹദേവൻ. പുതിയ പദ്ധതികളൊക്കെ ആലോചിക്കാനായി പ്രിയങ്കയുടെ താവളത്തിലെത്തിയിരിക്കുകയാണ് വിലാസിനി. പിന്നീട് കാണിക്കുന്നത് സഹദേവനോട് സംസാരിക്കുന്ന ആനന്ദിനെയാണ്. ആനന്ദ് പറയുകയാണ്, എന്നെ പ്രസവിച്ചു വളർത്തിയ എന്റെ അമ്മ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുവെന്ന് എല്ലാവരോടും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അമ്മ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കരഞ്ഞുകൊണ്ട് ആനന്ദ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സഹദേവൻ. എല്ലാവരും അവരവരുടെ പക്ഷം പിടിക്കുമ്പോൾ ആനന്ദിന്റെ മനസ്സ് കാണാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല. സ്വന്തം ഭാര്യ തന്നെ ആനന്ദിനെ വീണ്ടും ഒരു കല്യാണ പന്തലിലേക്ക് ഒരുക്കി വിടുകയാണ്. വീണ്ടും ഒരു കല്യാണ പന്തലില് കൂടി ആനന്ദിന് സാക്ഷിയാവുമ്പോൾ തൃച്ചംബരത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്